വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ലെങ്തി ആയേക്കാം, മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ എന്തൊക്കെ മിസ്റ്റേക്സാണ് ഉണ്ടായത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തിരുന്നോ ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ സോർട്ട് ചെയ്തെടുക്കുക, ബാക്കി ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻറ്റ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീറ്റിന് ഇനി ഇത് വെച്ചിട്ട് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 60% ആയാലും 99% ആയാലും ഈവൻ 70% ആയാലും ഒന്നും നമ്മുടെ നീറ്റിനെ ബാധിക്കില്ല. നിങ്ങൾ ഇനി കൊടുക്കുന്ന ആ ഒരു വർഷത്തെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടായിരിക്കുക. +2 നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റിയവരായാലും അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തവരായാലും നീറ്റിന് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെടാ. ഫസ്റ്റ് ബേസിക് മാത്സ് ആണ്. ബേസിക് മാത്സ് സ്ട്രോങ് ആയിട്ടുള്ളവർ ഇത് ഇഗ്നോർ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ നിങ്ങൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അതിന് ഡെയിലി നിങ്ങൾ ഈ അഡിഷനൊക്കെ ചെയ്ത് പഠിച്ചാൽ മതി. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് ഇമ്പ്രൂവ് ആവും. എന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ മസ്റ്റായിട്ടും പീരിയോഡിക് ടേബിൾ ഫുള്ള് പഠിച്ചിരിക്കണം. നമുക്ക് പീരിയോഡിക് ടേബിൾ ഫുള്ള് പഠിച്ചാൽ കെമിസ്ട്രി കുറച്ചുകൂടി ഈസി ആവും. ഇത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് നിമോണിക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ മാത്സ് ക്ലിയർ ആക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയും ഫിസിക്സും ഈസി ആവും. പിന്നെ വരുന്നത് ലാസ്റ്റ് ബയോളജിയാണ്. ബയോളജി നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു സമയത്ത് NCERT വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. എങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അത്രത്തോളം ആ ഒരു ബയോളജി NCERT ആയിട്ട് അത്ര ടച്ച് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയായാലും ഉണ്ടാക്കിയെടുക്കുക. ബയോളജി നമ്മൾ മസ്റ്റായിട്ടും NCERT ലൈൻ ബൈ ലൈൻ പഠിച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ആ ഒരു ബയോളജി വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കണം. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. നോട്ട്സ് നിങ്ങൾ വേറൊരാളുടേത് യൂസ് ആക്കുന്നതിനേക്കാളും നല്ലത് ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ആക്കി അത് ലാസ്റ്റ് വരെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വരുന്നത്. ഷോർട്ട് നോട്ട്സിൽ മാക്സിമം നിങ്ങളത് ഷോർട്ടാക്കി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഒരുപാട് തിയറി കാര്യങ്ങൾ വലിച്ചു വരെ എഴുതേണ്ടതില്ല. നമുക്ക് ക്വിക്കായിട്ട് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിക്കുള്ള ഒരു ഫോമിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ക്ലാസ്സിൻ്റെ ഒപ്പം എഴുതി പോകാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. അല്ലാത്തവർ സമയം കണ്ടെത്തി തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ബയോളജിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഉണ്ടാക്കാം. അല്ലാത്തവർ NCERTയിൽ തന്നെ മാക്സിമം എഴുതി വെച്ച് പഠിക്കുന്നത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എപ്പോഴും വായിക്കാൻ എടുക്കുന്ന NCERT ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഓരോ പോയിന്റ്സ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ് തന്നെ ലാസ്റ്റ് വരെയും നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഫോർമുല ഷീറ്റാണ്. ഫോർമുല ഷീറ്റ് കെമിസ്ട്രിക്കും ഫിസിക്സിനും നിങ്ങൾക്ക് യൂസ് ആക്കാം. അത് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫിസിക്സ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതി കഴിയുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇക്വേഷൻസ് മാത്രം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി മാറ്റുക. അതായിരിക്കണം ലാസ്റ്റ് വരെയും നിങ്ങളുടെ ഫോർമുല ഷീറ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് നമുക്ക് ടെലിഗ്രാമിൽ നിന്നൊക്കെ ഒരുപാട് ഷോർട്ട് നോട്ട്സും ഫോർമുല ഷീറ്റും ഒക്കെ കിട്ടും. അതിനേക്കാളും നല്ലത് നിങ്ങൾ ആദ്യം മുതൽ ഉപയോഗിക്കുന്ന ഷോർട്ട് നോട്ടും ഫോർമുല ഷീറ്റും ലാസ്റ്റ് വരെ ഉപയോഗിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് റിവിഷൻ ചെയ്യേണ്ടതാണ്. റിവിഷൻ ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവുന്നത് ആ ഒരു റിവിഷൻ പ്ലാൻ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ റിവിഷൻ പ്ലാൻ തന്നെ ഫോളോ ചെയ്യാം. നെക്സ്റ്റ് കമ്പാരിസൺ. നമ്മളെ തന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ മാർക്കിന് വേറൊരാളുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർക്കുന്ന ഒരു സംഭവമാണ്. ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ നീറ്റിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് മന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലാസ്റ്റ് മന്താണ് നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മന്ത്സ്. ആ മന്ത് നമ്മൾ വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിനെ അത് നല്ല രീതിക്ക് ബാധിക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മന്ത് നിങ്ങൾ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവാം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ സ്ട്രാറ്റജിയും ഫോളോ ചെയ്യാൻ നിൽക്കരുത്. ലാസ്റ്റിലേക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മുടെ മുന്നിൽ കിട്ടും. അതിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് മാത്രം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് മന്തിലേക്ക് ആകുമ്പോൾ ഒരുപാട് ചാനൽസ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ച് നീറ്റ് ഇതാക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരും.
അങ്ങനെയുള്ള ചാനൽസ് ഒന്ന് ലാസ്റ്റ് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കാണ്ടിരിക്കുക. എങ്കിൽ പിന്നെ നമുക്ക് ആദ്യമേ അങ്ങനെയുള്ള വെയിറ്റേജ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ലാസ്റ്റിലേക്കുള്ള ആ ഒരു കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾ മൈൻഡ് കൊടുക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നീറ്റിന് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ നമുക്ക് നീറ്റിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അപ്രോച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റിലേക്കുള്ള അങ്ങനത്തെ വീഡിയോസിലൊന്നും നിങ്ങൾ വീഴാണ്ടിരിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു ഗൈഡോ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാട് തവണ വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എക്സാംസ് ആണ്. എക്സാംസ് ഏതൊരു ചെറിയ എക്സാംസ് ആയിക്കോട്ടെ അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുക. വീക്ക്ലി എക്സാംസ് ആയിക്കോട്ടെ വേറെ ഏതൊരു എക്സാംസ് ആയിക്കോട്ടെ അതിന് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെ പഠിച്ച് ആ ഒരു എക്സാംസ് മുന്നോട്ട് എഴുതി പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്, ആദ്യം മുതലേ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ എക്സാംസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം മുതൽ അവസാനം വരെയുള്ള എക്സാംസിൻ്റെ മാർക്സ് നിങ്ങൾ എഴുതി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.